ഇന്നലെ രാത്രി ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരമായപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ റൂമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഫിലിപ്പീൻ കൂട്ടുകാരിയുണ്ട്. അവൾ എനിക്ക് ഫുഡ് കൊണ്ട് തന്ന്. ചോറാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അന്നേരം നോക്കിയില്ല. കാരണം ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. എന്നിട്ട് ചൂടാക്കി കഴിക്കാം. നോക്കാട്ടെ എന്താണെന്നുള്ളത്. തുറന്ന് നോക്കട്ടെ എന്താണെന്നുള്ളത്. സാദാ ചോറ്, ചിക്കൻ കറി, പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു കറി കേട്ടോ. എന്തായാലും ഇത് ചൂടാക്കി എടുക്കണം. ഇതെന്താ, എന്തോ ഒരു ഗ്രേവി പോലെ ഇരിക്കണം. എന്താന്ന് അറിയില്ല, നോക്കാം. ഓവനിൽ വെച്ച് ചൂടാക്കാം. വരട്ടെങ്കിൽ വിഷം ട്രൈ ചെയ്യാം. ചൂടാക്കിയിട്ട് തരാം. ഓക്കെ. കുറച്ചും കൂടെ ചൂടാവാനുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. ഞാനിത് റൂമിൽ കൊണ്ടുവച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ചൂടാക്കി കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് വയ്യ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നോക്കട്ടെ കൊള്ളാവോന്ന്. സാദാ ചോറ്, നല്ല ചൂടായി. ഇത് ചിക്കൻ കറിയാണ്. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തൊക്കെയാണെന്നറിയാവോ? ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, അങ്ങനെ എന്തോ ഉള്ള ഒരു വെജിറ്റബിൾ കറി. ഓക്കെ. ഇതെന്താണ്? പരിപ്പ് കറി. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ചോറ് വെന്തിട്ടില്ല. അരി നല്ല പച്ച അരി പോലെ ഇരിക്കുന്നു. വെന്തിട്ടില്ല. കഴിച്ചോക്കട്ടെ. പരിപ്പ് കറി കൊള്ളാം. നോക്കട്ടെ. പാവയ്ക്ക, എന്തൊരു കയ്പ്. പാവയ്ക്ക കറി
ചിക്കൻ കറി നോക്കട്ടെ ഇനി. ചിക്കൻ കറി കൊള്ളാം. സാധാ നമ്മളെ നാട്ടിലെ സാധാ ഊണ് പോലെ കൊള്ളാം. ഇത് ഭയങ്കര കയ്പ്പ്. പാവയ്ക്ക, ഉരുളക്കിഴങ്ങ്, പിന്നെ എന്തൊക്കെയോ ചേർത്തുള്ള കറി. കുഴപ്പമില്ല, കൊള്ളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാൻ ഇട്ടാ നിങ്ങളൊക്കെ എന്നെ. വേറെ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല, ഇവിടെ അതിനുള്ള സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ ബൈ, വീണ്ടും കാണാം.